ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് സമയത്തൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊരു ഉഴുന്ന് ദോശയുടെ ഒക്കെ ടേസ്റ്റിലൊരു ദോശ പെട്ടെന്ന് കഴിക്കാനൊക്കെ ഒരു കൊതി തോന്നുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാം. ഉഴുന്ന് ദോശയൊക്കെ ആകുമ്പോൾ കുറച്ച് അരിയൊക്കെ കുതിർത്ത് അരച്ചൊക്കെ വെച്ച് മാവൊക്കെ പുളിച്ചിട്ടൊക്കെ വേണ്ട. ഇതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടാം. ഏകദേശം ആ ഒരു ടേസ്റ്റിൽ ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കുകയും ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടമാണെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 1.5 കപ്പ് അളവിൽ റവ ഇട്ട് കൊടുക്കുക. റവ ഞാൻ വറുക്കാത്ത റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 1.5 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ ഇട്ട് നോക്കുക. വേണമെങ്കിൽ പിന്നീട് ഇട്ടാൽ മതിയാകും. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊടിഞ്ഞോട്ടെ കേട്ടോ. പിന്നെ റവ ആയതുകൊണ്ട് തന്നെ ചെറിയ തരികളൊക്കെ ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല. മാക്സിമം കഴിയുന്നത്ര പൊടിച്ചെടുക്കുക. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക, മിക്സ് ആക്കാനുള്ള പാത്രത്തിലേക്ക്. പിന്നെ ഇനി കുറച്ച് തൈരാണ് കേട്ടോ വേണ്ടത്. ഞാനിപ്പോൾ അധികം പുളിയില്ലാത്ത തൈര് ഒരു 1.25 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ നല്ല പുളിയുള്ള തൈരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1/4 to 1 കപ്പ് എടുത്തിട്ട് ബാക്കി അളവിൽ വെള്ളം ചേർത്താലും മതിയാവും കേട്ടോ. ആ ഒരു കറക്റ്റ് ടേസ്റ്റും ടെക്സ്ചറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു തൈര് ചേർക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ആ മിക്സ് ആക്കുന്നതിൻ്റെ കൂടെ തന്നെ ഏകദേശം ഒരു കപ്പ് വെള്ളവും കൂടി വേണ്ടി വരും. 1.25 കപ്പ് തൈര് പ്ലസ് 1.25 കപ്പ് വെള്ളവും വേണ്ടി വരും. അതായത് മിക്സ് ആക്കി നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ദോശമാവ് പോലെ ഇങ്ങനെ കോരി ഒഴിക്കാനായിട്ട് പറ്റണം. ഈ ഒരു സമയത്ത് നമ്മൾ മിക്സ് ആക്കി നോക്കുമ്പോൾ ഒരു ഇത്തിരി ലൂസ് ഉണ്ടായിക്കോട്ടെ, ഒരുപാട് തിക്കാവണ്ട. കാരണം ഒരു 20 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു ഇത്തിരി കൂടെ ഒന്ന് കട്ടി വെക്കാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് അടച്ചിട്ട് ഒരു 20 മിനിറ്റ്, ഒരു 20 to 25 മിനിറ്റ് ആയാലും കുഴപ്പമില്ല, റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞ് ഇത് തുറന്ന് നോക്കുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാവും. ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ആ സമയത്ത് തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സോഡപ്പൊടി ഒരു കുറച്ചുകൂടി നല്ലൊരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഒരു 1-2 മിനിറ്റ് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം കേട്ടോ. അപ്പോൾ ആ സമയത്ത് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും മാവ് ഒരു ഇത്തിരി കൂടെ ഒന്നങ്ങ് പതഞ്ഞിട്ടുണ്ടാവും. കുറച്ചുകൂടെ ഒരു വെയിറ്റ്ലെസ് ആയിട്ട് അധികം കനലാത്ത രീതിയിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സമയത്ത് മിക്സ് ആക്കുമ്പോൾ മാവിന് കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി കൂടെ വെള്ളം ഒഴിക്കുക കേട്ടോ, 2-3 ടേബിൾ സ്പൂൺ കൂടെ. കാരണം ഇത്രയ്ക്ക് കട്ടി വേണ്ടി വരില്ല. നമുക്ക് ഒരു ദോശ പരത്തി കഴിയുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ വേണമെങ്കിൽ മാറ്റം വരുത്തിയാൽ മതി. ഇനിയിപ്പോൾ വേഗം തന്നെ ദോശ ഇട്ടെടുക്കുക. അപ്പോൾ ഒരു ഇത്തിരി വെള്ളം ഇതുപോലെ കുടഞ്ഞിട്ടൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ചട്ടിക്ക് ചൂട് കൂടിക്കഴിഞ്ഞാൽ നമുക്കിത് ചുറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചുറ്റിച്ചിട്ട് പിന്നെ തീ വേണമെങ്കിൽ ഒന്ന് മീഡിയം ടു ഹൈ ആക്കി വെച്ചാലും മതിയാകും. അപ്പോൾ ഇതുപോലെ നല്ല ഉഷാറായിട്ട് പരത്തിയെടുക്കാനായിട്ട് പറ്റും. ഇനി പരത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ചേർത്താൽ മതി കേട്ടോ, ഒരു ലൂസായാൽ മാത്രം മതി. പിന്നെ ഈ ഒരു ദോശ അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഒരു 5-6 സെക്കൻഡ് കൊണ്ട് തന്നെ അത് വെന്ത് വരാനായിട്ട് തുടങ്ങും. ആ സമയത്ത് ഒരു ഇത്തിരി നെയ്യോ നല്ലെണ്ണ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നെയ്യിലാക്കി കൊടുക്കുക. അപ്പോൾ നെയ്യാക്കുന്ന സമയത്ത് ഒരു ഇത്തിരി ആക്കിയിട്ട് പിന്നെ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ. ഇത്തിരി എണ്ണ മതിയാവും. എല്ലായിടത്തും എണ്ണ ഉണ്ടെങ്കിലാണ് നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ട് ആ ഒരു കറക്റ്റ് കളറും ടെക്സ്ചറും ഒക്കെ കിട്ടുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അത്യാവശ്യമൊക്കെ ഒന്ന് കളറ് മാറി മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് മടക്കിയെടുക്കുക. കാണുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചൂടോടുകൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ക്രിസ്പിയിൽ കഴിക്കുന്ന സമയത്ത്. ഇനിയിപ്പോൾ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ റോൾ ചെയ്തിട്ട് മടക്കിയെടുക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ മാവ് കട്ടി കൂടുകയാണെങ്കിൽ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കുന്നത്. അത് മാത്രമല്ല പിന്നെ അത് കഴിക്കാനും അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതായത് കുറച്ചൊരു കട്ടിയുള്ള ദോശ പോലെ ആയിപ്പോവും. കുഴപ്പമില്ല, പക്ഷെ എന്തായാലും നല്ല നൈസായിട്ട് ക്രിസ്പി ആയിട്ടുള്ള ദോശ വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ ഒരു ലൂസിൽ മാവ് കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. നമ്മളെടുത്തിട്ടുള്ള 1.5 കപ്പ് റവയുടെ അളവിൽ ഇതുപോലത്തെ ഒരു 10 ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെയാണെങ്കിൽ ആ ക്രിസ്പിയിൽ ഇങ്ങനെ വെറുതെ ചായയുടെ കൂടെ മുറിച്ച് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ചട്നിയുടെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. ചട്നിയായിട്ട് നല്ല ഒരു കോമ്പിനേഷൻ തന്നെയാണ്. നല്ല ദോശ റെസിപ്പിയാണ്. പിന്നെ തണുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്കൊരു ടേസ്റ്റ് ഇല്ല. അപ്പോൾ എപ്പോഴും നല്ല ചൂടോടുകൂടി തന്നെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സെർവ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണ്. തീർച്ചയായിട്ടും ഇഷ്ടമാവും തന്നെ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ എന്തായാലും ലൈക്ക് ചെയ്യേണ്ട കാര്യം, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്